എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറുതായിട്ടൊരു ട്രിപ്പ് പോയതാണ് കേട്ടോ. ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ അങ്ങനെ സംഭവമൊന്നുമല്ല. നമ്മളിവിടെ ഈവനിങ് വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒന്ന് പുറത്തിറങ്ങിയാലോ എന്ന് തോന്നിയപ്പോൾ ഒന്ന് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഓരോ ആൾക്കാർ ഓരോ ഭാഗത്തു നിന്നാണ്. അപ്പോൾ ഞാനും ഹസ്ബൻഡും പിന്നെ 2 അനിയന്മാരുണ്ടായിരുന്നു, കുട്ടിയും കൂടിയിട്ട്. അങ്ങനെ ഞങ്ങൾ 5 പേരാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് വേറെ എവിടേക്കല്ല പോകാനായിട്ട് പ്ലാൻ ഇട്ടത്, മലമ്പുഴയ്ക്ക് പോകാമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പം മഴയൊക്കെ പെയ്തതുകൊണ്ട് നല്ലോണം അവിടെ ഈ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടാകും. അതേപോലെ ബാക്കിൽ ഫുൾ ഡാമൊക്കെ നിറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ പറഞ്ഞിട്ട് ഇറങ്ങിയതായിരുന്നു. അങ്ങനെ കുറച്ച് നേരത്തെ ട്രാവലിന് ശേഷം മലമ്പുഴ എത്തി. മലമ്പുഴ എത്തിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ അങ്ങനെ ഡാം കാണാൻ പോകലോ ഉള്ളിൽ കയറിയിട്ട് അങ്ങനെ പാർക്കിൽ കളിക്കലോ ആ ഒരു പരിപാടിയൊന്നും തീരില്ല. നേരെ വന്നു കഴിഞ്ഞാൽ ബാക്ക് സൈഡിലേക്ക് പോകും. അതാണ് മെയിൻ ഇവിടുത്തെ പരിപാടി. കയറിയപ്പോൾ തന്നെ ചെറുതായിട്ടൊരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു. ഇത് വലുതായിട്ട് അങ്ങനെയില്ല, പക്ഷെ നല്ല വഴുക്കുണ്ട് കേട്ടോ കാണാൻ തന്നെ. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്നില്ല, തൊട്ടടുത്ത് പോകാമെന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്തുള്ള ഭാഗത്തേക്ക് പോയിരുന്നു. നേരത്തെ ആ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം കഴിഞ്ഞിട്ട് കുറച്ച് ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു വലിയൊരു വെള്ളച്ചാട്ടം ഉണ്ടാവും. ഇതെന്ന് പറയാൻ അത്ര വലുതൊന്നുമല്ല, പക്ഷെ എന്നാലും അവിടെ കുറേ ആൾക്കാരൊക്കെ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു. നമുക്കിതിപ്പോൾ കാണുമ്പോൾ വലിയ കാട്ടിനുള്ളിലൊക്കെ നിൽക്കുന്ന പോലെ ഒരു ഫീലാണ്. പക്ഷെ എന്തായാലും ഇത് വലുതായിട്ട് അങ്ങനെ ഫോറസ്റ്റിനുള്ളിലൊന്നും കയറേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെ റോഡിൻ്റെ സൈഡായിട്ട് തന്നെയാണ് കേട്ടോ ഈ ഒരു പ്ലേസ്. നമുക്ക് വണ്ടികളൊക്കെ പോകുന്നത് കാണാം, തൊട്ടടുത്ത് വീടുകളൊക്കെ കുറേ ഉണ്ട്. അപ്പോൾ എന്തായാലും സേഫ് ആയിട്ടുള്ളൊരു പ്ലേസ് തന്നെയാണ്. അനിയന്മാർ 2 പേര് ആദ്യം തന്നെ ഫ്രണ്ടിൽ പോയിട്ടുണ്ട്, ഈ കുട്ടീനെ എടുത്തിട്ട് അവർ പോയിട്ടുണ്ട്. വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു മേലത്തെ ഭാഗത്തേക്കാണ് പോയത്. അവിടെ കുറച്ച് നിൽക്കാനായിട്ട് കുറച്ച് സേഫ് ആയിട്ടുള്ള സ്ഥലമുണ്ട് കേട്ടോ. താഴെയാണെങ്കിൽ ഫുള്ള് പാറയൊക്കെ ആയതുകൊണ്ട് ചെറിയ കുട്ടീനെ വെച്ചിട്ട് നിൽക്കാനൊന്നും പറ്റില്ല, വഴുക്കും. അപ്പം അതുകൊണ്ട് ഇവൻ അങ്ങനെ ചെറുതായിട്ടൊന്ന് കാല് നനപ്പിക്കാന്ന് പറഞ്ഞിട്ട് വെള്ളത്തിൽ ഇങ്ങനെ ഇറക്കായിരുന്നു കേട്ടോ. ചിക്കു എന്താ കാണിക്കണേ രണ്ടുപേരും കൂടി? മാമനോ നേരത്തെ ഞങ്ങൾ നിന്ന ഭാഗത്ത് നിന്ന് ഇപ്പുറത്തേക്ക് കുറച്ച് നീങ്ങി വന്നിട്ടുണ്ടായിരുന്നേ. ഇവിടെയാണെങ്കിൽ വലുതായിട്ട് വെള്ളമില്ല, പക്ഷെ എന്നാലും ചെറുതായിട്ടൊന്ന് ഒഴുകുന്നുണ്ട്. പിന്നെ അനിയന്മാരാണെങ്കിൽ ഇവിടെ കയറിയിട്ട് ഫോട്ടോവും എടുക്കാനൊക്കെ മേലെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ ഫോട്ടോവും വീഡിയോ എടുക്കലും അതിൻ്റെ പരിപാടിയായിരുന്നു. അങ്ങനെ ഞാൻ പോണത് കണ്ടിട്ട് എൻ്റെ മോൻ ബാക്കിൽ നിന്ന് തന്നെ വിളിക്കുകയാണ്, അവൻ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോവാണെന്ന് പറഞ്ഞിട്ട്. ചിക്കു ചിക്കു എവിടേക്ക് പോണു? കുറേ പ്രാവശ്യം ഞാൻ കവയുടെ ഭാഗത്തൊക്കെ വന്നിട്ടുണ്ട്, അതായത് തെക്കേ മലമ്പുഴയിൽ ആ ഒരു സൈഡൊക്കെ കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പ്ലേസ് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. നമ്മളങ്ങനെ റോഡ് സൈഡിൽ കൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോകും, പിന്നെ അറ്റത്ത് പോകും, പിന്നെ കുറേ ഷോപ്പൊക്കെ ഉണ്ട്. നമ്മളങ്ങനെ ഫുഡ് കഴിക്കലും അതിൻ്റെ പരിപാടിയൊക്കെ ആയിരിക്കും. പിന്നെ നേരെ തിരിച്ചു വരും, ആ ഒരു ഡാമിൻ്റെ ഭംഗിയൊക്കെ കണ്ടിട്ട് അതൊക്കെ കണ്ടിട്ട് തിരിച്ചു വരും. പക്ഷേ ഈ ഒരു സ്ഥലത്ത് ഇതുവരെ ഞാൻ കയറിയിട്ടില്ല, ആദ്യമായിട്ടാണ് കയറിയത്. അപ്പോൾ എന്തായാലും മഴ വരുന്ന സമയത്ത് വേണം കേട്ടോ ഇതൊക്കെ കാണാനായിട്ട് പോകാനും. മഴയില്ലാത്ത സമയത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഫുള്ളെല്ലാം വറ്റി വരണ്ട് കിടക്കുന്നുണ്ടാവും. അപ്പോൾ ആ തെക്കേ മലമ്പുഴയ്ക്ക് വരികയാണെങ്കിൽ ഇതൊക്കെ കാണേണ്ട ഒരു പ്ലേസ് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് അവിടെ നിന്ന് മെല്ലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഡാം ഫുള്ള് നിറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇതുവരെ അങ്ങനെ ഫുള്ള് ഡാം നിറഞ്ഞ് അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. ബാക്ക് സൈഡ് ഞാൻ വരുന്ന സമയത്തൊക്കെ പകുതി മുക്കാലും ഉള്ളിലൊക്കെ വണ്ടിയൊക്കെ ഇറക്കി ഇങ്ങനെ കളിക്കുന്നുണ്ടാവും, ഡാം ഫുള്ളൊന്നും നിറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഡാം ഫുള്ള് നിറഞ്ഞത് കാണാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അറ്റത്ത് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അറ്റത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു പാലമൊക്കെ വരില്ലേ, ആ ഒരു ഭാഗത്താണ് എത്തിയത്. ഇത് കഴിഞ്ഞിട്ടും കുറച്ച് അവിടെ റോഡ് കാണുന്നുണ്ട്, അതിൻ്റെ കൂടെ ഇതുവരെ പോയിട്ടില്ല കേട്ടോ, അവിടെ എന്താണെന്ന് അറിയില്ല. പിന്നെ ഒന്നാമത് നല്ല വെയിലായിരുന്നു, കണ്ണേ തുറക്കാൻ പറ്റുന്നില്ല, വീഡിയോ ഒന്നും എടുക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. എൻ്റെ ഹസ്ബൻഡിനാണെങ്കിൽ എവിടെ പോയാലും സംസാരിക്കാൻ ആൾക്കാർ കിട്ടുന്നുണ്ടോ, അപ്പോൾ എല്ലാ ഭാഗത്തും അറിഞ്ഞ ആൾക്കാരാണ്. അപ്പോൾ എന്തായാലും ഇവിടുത്തെ ആ ഒരു ഷോപ്പിലത്തെ ഏട്ടൻ അറിഞ്ഞ ഏട്ടനാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ ഗ്യാപ്പിൽ ഞാനിങ്ങനെ നടന്നപ്പോഴാണ് തൊട്ടടുത്തുള്ള ഷോപ്പിൽ നല്ലോണം ചൂടോടെ ഇങ്ങനെ പൊക്കോടെ അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടപ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ നല്ല കഴിക്കാനുള്ള ടെൻഡൻസി, ആ ഒരു മണമൊക്കെ കേട്ടിട്ട്. അപ്പോൾ എന്തായാലും ഞങ്ങളും കുറച്ച് വാങ്ങിയിരുന്നു കേട്ടോ. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സംഭവം. അങ്ങനെ പൊക്കോടയും ചട്നിയൊക്കെ വാങ്ങിയിട്ട് കുറച്ച് നേരം ഇരുന്നു. പിന്നെ ചായയും സർബത്തൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുടിച്ചിട്ടും കഴിച്ചിട്ടും കുറേ നേരം അങ്ങനെ ഇരുന്ന് ഞങ്ങൾ അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്തു.
അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് പിന്നെ മെല്ലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു 5:30, 6 മണിയൊക്കെ ആവുന്ന സമയത്താണ് കേട്ടോ അവിടുന്ന് ഇറങ്ങിയത്. പിന്നെ വേറെ എവിടേക്കും പോയില്ല. നേരെ പിന്നെ വീട്ടിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു ചെറിയൊരു ട്രാവൽ വ്ലോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതോടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തിട്ട് ഒന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും തിരിച്ചെത്താം. അതുവരെ ബൈ.